നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ആ പരിപാടിയിൽ വെച്ചാണ് IAS അക്കാഡമി നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഗ്രാജുവേറ്റ് മീറ്റ് നമുക്കൊന്ന് കാണാം. ബഹുമാന്യനായ അന്നത്തെ സ്പീക്കർ MB രാജേഷും അതുപോലെ അബ്ദുസമദ് സമദാനി അടക്കമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകും ആ ദിവസം. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട്. മലബാറിൻ്റെ കയ്യെത്തും ദൂരത്തില്ലാത്ത ഒരു കാര്യം, അതൊരു സിവിൽ സർവീസ് അക്കാദമിയാണ്. പലർക്കും സിവിൽ സർവീസ് ഒരു ആസ്പിറേഷനാണ്. പലരും ആഗ്രഹിച്ച് നിൽക്കുകയാണ്. മലബാറിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് അക്കാദമി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 6 മാസത്തിനകം മലബാറിലെ ആദ്യത്തെ സിവിൽ സർവീസ് അക്കാദമി നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രോഗ്രാം നടക്കുമ്പോൾ എന്നോട് MB രാജേഷ് ചോദിച്ചു, അന്ന് കോവിഡിൻ്റെ ആ ഒരു അലയൊടുങ്ങാത്ത കാലമാണ്, മാസ്ക് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഈ മാസ്ക് ഇടുന്ന കാലത്ത് എങ്ങനെയാണ് ഷിഫ കൺവെൻഷൻ സെൻറ്റർ നിറയെ ഈ കുട്ടികൾ എത്തിച്ചത്? അതിനൊരു എനർജിയേ ഉള്ളൂ, ഈ നാടിൻ്റെ മക്കളുടെ ശക്തിയാണ് ആ എനർജി എന്ന് പറഞ്ഞു. അതിനോട് ഈ 5 വർഷവും നീതി പുലർത്താൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 6 മാസം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിൽ ഒരു സ്വപ്നവും വലുതായി കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യം IAS അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങൾ സമീപിക്കുന്നത് ഉണ്ണീൻ കെയാണ്, ISSനെയാണ്. എ ബിഗ് ക്ലാപ്പ് ടു ഹിം. ബിക്കോസ് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഉണ്ണീൻ കെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ IAS അക്കാഡമി അൻഷിയുടെ സ്വപ്നം ഇവിടെ ഉണ്ടാവുകയായിരുന്നില്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ സ്വപ്നത്തിലേക്ക് ഇന്ന് IAS അക്കാഡമിയിൽ 400 കുട്ടികൾ അവരുടെ പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ 400 സീറ്റുകളിലേക്കുള്ള ആളുകൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പോകാൻ പോകുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഡാറ്റാസ് ഇവിടെ നമ്മൾ കാണിക്കാം. അതിനു മുമ്പ് ഒരു പക്ഷേ ആ യാത്രയിൽ ഞാൻ ഉണ്ണീൻഖാനോട് പറയുന്നുണ്ട്, ISSൻ്റെ മുകളിലെ ഒരു നില കെട്ടിടം 2000 സ്ക്വയർ ഫീറ്റ് തരുമോയെന്ന് ചോദിച്ചാണ് പറഞ്ഞത്. ഞങ്ങളൊരു പൂ ചോദിച്ചു, പക്ഷേ അദ്ദേഹം ഞങ്ങൾക്കൊരു പൂക്കാലം തന്നു. 70 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ ബിൽഡിങ്ങുമുള്ള ഒരു സ്ഥാപനം ഞങ്ങളെ കയ്യിലേൽപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മുന്നോട്ട് പോവാം, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് നമ്മുടെ പെരിന്തൽമണ്ണക്കാരനായ ഓൺട്രപ്രണർ അനീഷ് അച്യുതനായിരുന്നു. ഓപ്പൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടുള്ള അനീഷിൻ്റെ പ്രത്യേകത, അനീഷ് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. പക്ഷേ അനീഷിൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിൽ ഒന്നിലേക്ക് വളർത്തിയിരിക്കുന്നു. ഒരു പെരിന്തൽമണ്ണക്കാരൻ്റെ കമ്പനിയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ യൂണിക്കോൺ 7000 കോടി വിറ്റുവരവുള്ള കമ്പനി എന്ന് നിങ്ങൾ ഓർക്കണം. ആ അനീഷ് അച്യുതനായിരുന്നു അടുത്ത ഞങ്ങളുടെ താങ്ങായി കൂടെ നിന്നത്. പിന്നെ ഇതിനെ ഡിസൈൻ ചെയ്യുന്നതിൽ, ഇത്ര വലിയൊരു ആശയമായി ഇതിനെ വളർത്തുന്നതിൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ കൊട്ടിക്കോളൻ എന്ന് പറയുന്ന ഓൺട്രപ്രണർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അദ്ദേഹം പണ്ട് കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്ന് പ്രദീപ് കുമാർ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം ഏറ്റെടുത്ത് ആ സ്കൂളിനെ ഇൻ്റർനാഷണലാക്കിയ ഒരു പരിചയം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്നോട് പലരും പറയാറുണ്ട്, ഇങ്ങനെ ഒരു അട്ട കടിക്കുന്ന പോലെ പിന്തുടരുന്ന ഒരാൾ ലോകത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ സ്വൈര്യം കൊടുക്കാതെ പിന്തുടർന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഒരു ഓഫർ വെച്ചു. ആ ഓഫർ വിചിത്രമായിരുന്നു. നമ്മൾ സാധാരണ പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഓഫർ എന്താണ്? അവരെ ഫോട്ടോ നല്ല സ്ഥലത്ത് വെക്കണം, അവരെ പേര് നല്ല സ്ഥലത്ത് വെക്കണം. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുമെങ്കിൽ ഞാൻ ഫണ്ട് തന്ന് സഹായിക്കാം എന്നായിരുന്നു. അതൊരു വിചിത്രമായ കാര്യമായിരുന്നു. 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണമെന്നും പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അദ്ദേഹം വന്നു, ഒരു ടീം മൊത്തം വളർന്നു. നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരും അതിൻ്റെ കൂടെ, ഇവരെല്ലാം അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. എല്ലാവരും നിന്നു. നിങ്ങൾക്കറിയോ, അന്ന് ആ സ്ഥാപനത്തിന് വേണ്ടി കല്ല് ഇറക്കുമ്പോൾ ആ തൊഴിലാളികൾ ഈ സ്വപ്നത്തെ വിലമതിച്ചു. ആ തൊഴിലാളികൾ പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്, ഇതിന് ഞങ്ങൾക്ക് പൈസ വേണ്ട, ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണ്.
അപ്പോൾ ആ കല്ല് ഇറക്കി വെച്ച തൊഴിലാളികളുടേത് കൂടിയാണ് IAS എന്ന് പറയുന്ന സ്ഥാപനമെന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. നമുക്ക് അക്കാഡമി നേടിയ, വളരെ ചെറിയ കാലത്തിനകത്ത് നേടിയ വിജയത്തിൻ്റെ ഒരു ഗ്രാഫ് കാണാം. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സൗജന്യമായി ഒരു വിദ്യാർത്ഥിയോടും 1 രൂപ പോലും വാങ്ങാതെ ഭക്ഷണമടക്കം സൗജന്യമായി ഞങ്ങൾ അത് സ്ഥാപനം പൂർത്തീകരിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ചരിത്രം നിർമ്മിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ചരിത്രം നിർമ്മിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, നമുക്ക് നമ്മുടേതായ ഒരു ചരിത്രം നിർമ്മിക്കണം. അതാണ് എൻ്റെ സ്വപ്നം. നമുക്ക് കൂട്ടായി നിന്നാൽ നമുക്ക് സാധിക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന്, നമ്മൾ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്ന് ഈ അക്കാഡമിയുടെ പ്രവർത്തനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്ന് ആമുഖമായി ഞാൻ പറയട്ടെ. അവസരങ്ങളെ കാത്തിരിക്കുന്നതിനേക്കാളും അപ്പുറത്ത് അവസരങ്ങളെ സൃഷ്ടിക്കുക എന്നത്, അതാണ് ഇപ്പോൾ ഈ ക്രിയയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഒരു കവിതയുണ്ട്, ഞാൻ ചെറുതാണ് എന്നെ പൊക്കാൻ നോക്കണ്ട. അത് തിരിച്ചിട്ടാൽ ശ്രീ നജീബ് കാന്തപുരമായി, ഞാൻ വലുതാണ് എന്നെ താഴ്ത്താൻ നോക്കണം. ഇത് ഏതൊരു പൊതുപ്രവർത്തകനും ഏതൊരു ജനപ്രതിനിധിക്കും അസൂയാവഹമായി തോന്നുന്ന മനോഹരമായ ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ച പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ ജനനായകൻ നജീബ് കാന്തപുരത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യം ഇത് തുടങ്ങുമ്പോൾ ആളുകൾ ചോദിച്ചത്, നിങ്ങളെ പെരിന്തൽമണ്ണ പോലൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ കുട്ടികൾ വരുമെന്നായിരുന്നു. അത് ആദ്യത്തെ പരീക്ഷ 800 കുട്ടികൾ എഴുതാൻ വന്ന് അവരത് ഉടച്ചു കളഞ്ഞു. രണ്ടാമത് ഫാക്കൽറ്റി വരുമോ എന്നായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ നീരജ് നച്ചികേതയെ പോലെയുള്ള ഫാക്കൽറ്റികൾ ഇവിടെ വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ ആയിട്ട് ചുമതല ഏൽക്കുമ്പോൾ അതും പൊളിഞ്ഞു. പിന്നെ റിസൾട്ട് ഉണ്ടാകുമോ എന്നായിരുന്നു. ആ റിസൾട്ട് നമുക്ക് കാണാം. ആദ്യത്തെ ബാച്ചിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് കയറുന്നത് റാഷിദ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടിയാണ്. സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രപ്രധാനമായൊരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട റാഷിദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു വിജയം നമ്മുടെ ആദ്യ വർഷത്തെ ആദ്യ ബാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് ഈ അക്കാദമിയെ ആകാശത്തോളം ഉയർത്തിയ റാഷിദിനെ നമ്മൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അതിയായ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം ഇത് സാഫല്യം ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ രക്ഷിതാക്കൾ, അതേപോലെ ആ വിജയത്തിൽ നിമിത്തമായ ഈ അക്കാഡമി, അതുപോലെ എൻ്റെ ടീച്ചേഴ്സ്, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ഒരു വിജയം ഈ ഒരു അക്കാഡമിയുടെ ഒരു തുടക്കമാവട്ടെ. ഇതിൽ നിന്ന് കൂടുതൽ ആളുകൾ നമ്മുടെ ഇന്ത്യയുടെ സിവിൽ സർവീസിലേക്ക് എത്തട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ സിവിൽ സർവീസിലേക്ക്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഈ അക്കാദമി സംഭാവന ചെയ്തത് 17 പേരെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം ഇപ്പോൾ മൊത്തം
സെൻട്രൽ സർവീസിലേക്കും ഗസറ്റഡ് റാങ്കിലുള്ള കേരള സർവീസിലേക്കും 78 കുട്ടികൾ ഇതിനകം സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോക്കണം, 400 കുട്ടികൾ പഠിച്ചതിൽ നിന്നാണ് 78 പേർ സെൻട്രൽ സ്റ്റേറ്റ് ഗസറ്റഡ് റാങ്കിലെ ഉദ്യോഗസ്ഥന്മാരായി മാറിയത്. ഇതിൽ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ വിജയം അതും പറയാം. 40 കുട്ടികൾ ഓരോ വർഷവും ഏതാണ്ട് 10 കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്, പെരിന്തൽമണ്ണയിൽ നിന്നാണ്. നമ്മളുടെ കുട്ടികൾക്കിടയിൽ നിന്ന് ഏറ്റവും വലിയ വിജയം നേടിയ ഒരാൾ ഷാക്കിർ ഹുദവിയാണ്. ഉടമലയുള്ള ഷാക്കിർ ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. 2 പേർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ SI-മാരയച്ച് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നു. 2 പേർ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരായി നിയമിതരായ പട്ടികയിൽ വന്നു. പെരിന്തൽമണ്ണക്ക് ക്രിയ എന്ത് കൊടുത്തു എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ആസ്പിറേഷനാണ്. നിങ്ങൾ നോക്കൂ, ജൂനിയർ IAS എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം 1000-ലേറെ കുട്ടികളായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ കുട്ടികൾക്ക് വലിയ സ്വപ്നം കൊടുക്കുകയാണ്. നിങ്ങളെപ്പോഴും ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പുതിയ സ്വപ്നങ്ങളിലേക്ക് പോവുക. അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ ക്രിയയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവരൊക്കെ തന്നെ പല മേഖലയിലും ഇന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് ലീഡേഴ്സാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്ര ഭംഗിയായ ഒരു അക്കാദമി വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച ചിത്രത്തെക്കാളും എത്രയോ മടങ്ങ് തെളിച്ചത്തോടു കൂടി തിളക്കത്തോടു കൂടി ഈ അക്കാദമിയുടെ നിലനിൽക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ആദ്യകാലത്തിൻ്റെ ഒരു ഇത് കേട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനവും സന്തോഷവും തോന്നുന്നു. രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു സച്ചിൻ തെണ്ടുൽക്കർ, ആ ചെറിയ മനുഷ്യനിൽ ഒരു 6 ബോളിൽ 6 സിക്സർ അടിക്കാൻ പറഞ്ഞ് സുഖമായിട്ട് അടിക്കും. വിദ്യാഭ്യാസ രംഗത്തടിക്കും, സാമൂഹ്യ രംഗത്തടിക്കും, എല്ലാ രംഗത്തും അടിക്കും. ഇപ്പോൾ ഭംഗിയായിട്ട് ഒരു സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി സിക്സർ അടിച്ചുകൊണ്ടിരിക്കുന്നു. സ്കെയിൽ അപ്പ് കോൺക്ലേവ് നജീബിൻ്റെ ഒരു ആശയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നജീബിനോട് അസൂയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് കാണുമ്പോൾ 2 ബിൽഡിംഗ് കൂടി 25,000 സ്ക്വയർ ഫീറ്റുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു MLAയ്ക്കും, ഞാൻ 24 വർഷമായിട്ട് MLAയിലിരിക്കും, ഒരു MLAയ്ക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ശ്രീ നജീബ് എൻ്റെ ആദ്യത്തെ ടീമിൽ ചെയ്തത്. ഈ 2 കാര്യങ്ങൾ, ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവും ഈ സിവിൽ അക്കാഡമിയും മാത്രം മതി. അദ്ദേഹം ഈ തുടക്കത്തിൽ ഈ 2-3 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ വിസ്മയകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഈ നിമിഷം നമ്മളേറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗം കൂടി ഉണ്ടായി. ഒരുപക്ഷെ ഈ സ്വപ്നങ്ങൾക്ക് നമ്മളുടെ കൂടെ ഏറ്റവും ഹൃദയം ചേർത്ത് നടന്ന ഒരാളുണ്ടായിരുന്നു. മുഹമ്മദ് ഈസക്ക എന്ന ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ. നമ്മുടെ നാട്ടിലെ CH സെൻറ്റർ ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും നെടുന്തൂണായി നിന്നു. ഒരുപക്ഷെ ഒഴിഞ്ഞ കൈകളുമായി ഞാൻ ഖത്തറിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ എനിക്കെല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ഈ സംവിധാനത്തിൻ്റെ ആദ്യത്തെ പടവുകളിൽ ഏറ്റവും ശക്തമായി നിന്ന ഒരാൾ. അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഒരിക്കലും അക്കാദമിയുടെ ചരിത്രം പൂർത്തിയാവുകയില്ല. നമ്മുടെ വൈസ് ചെയർമാനായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. ഇന്ന് അക്കാദമിയുടെ പ്രധാനപ്പെട്ട ക്ലാസ് റൂം അദ്ദേഹത്തിൻ്റെ നാമകരണം ചെയ്ത് നമ്മൾ തീരുമാനിച്ചു. അതുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പ്രാർത്ഥനകൾ കണ്ണീരോടെ നൽകുകയും ചെയ്തു. ഓക്കെ, ഒരു വിഷ്വൽ കൂടി കാണാം. നജീബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളാരും അവരോട് ചോദ്യം ചെയ്യില്ലല്ലോ, എന്തുകൊണ്ട് തുടങ്ങില്ല എന്ന് ചോദ്യം ചെയ്യില്ലല്ലോ. പക്ഷേ അതെല്ലാം ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഈ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു പ്രത്യേകതയായി നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന ഓരോ സംഗതി
നിങ്ങൾ ഒപ്പിട്ട ശേഷമാണല്ലോ മന്ത്രി ഒപ്പിടുന്നത്. ഒപ്പിടുന്ന ഓരോ സമയത്തും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്